പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ അനേകം കുടുംബങ്ങളിൽ ഇന്ന് കർത്താവ് തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്താൻ പോവുകയാണ്. അനേക രോഗികളുടെ മേൽ കർത്താവിൻ്റെ മഹത്വം ഉദിക്കാൻ പോവുകയാണ്. അനേകം തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടി കർത്താവ് രക്ഷയുടെ ഒരു ദൂത് ഇതാ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഒരനുഭവം ശ്രദ്ധിച്ച് വചനത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. എൻ്റെ പേര് രശ്മി, മുത്തോലപുരം സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് കഴിഞ്ഞ 6 വർഷമായി അലർജിയുടെ അസുഖമുണ്ടായിരുന്നു. 2012 ജനുവരി മുതൽ. ആദ്യം ഒരു ദിവസം ബീഫ് കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ശരീരം വീർക്കുകയും ശ്വാസം മുട്ടലും അനുഭവപ്പെട്ടു. എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കാതെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഫുഡ് പോയ്സൺ ആണെന്ന് പറഞ്ഞു. പക്ഷേ അലർജിയുടെ അസുഖമായിരുന്നു, അന്ന് തുടങ്ങിയതാണ്. പിന്നീട് ഞാൻ ഇങ്ങനെ അസുഖമായി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും തന്നെ ഇഞ്ചക്ഷൻ എടുത്താൽ മതിയെന്ന് പറയും. ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ 2 ഇഞ്ചക്ഷൻ കൊണ്ടു നടന്നിരുന്നു. അലർജി മരിച്ചു പോകുന്ന അലർജി ആയിരുന്നു എനിക്ക്. ശരീരമൊക്കെ അങ്ങ് വീർത്ത് ശ്വാസം മുട്ടല്, പിന്നെ സംസാരിക്കാൻ പാടില്ല, ബോധം കെട്ടുപോകും അവസാനം ഈ അലർജി പിടികൂടിയാൽ അല്ലേ. അതിനുശേഷം എനിക്കത് കൂടി ഓരോരോ സാധനങ്ങൾ കൂടുതലായിട്ട് പാല്, ചായ, ചില മിഠായികൾ ഒക്കെ കഴിക്കുമ്പോഴെല്ലാം അലർജിയാവും. അതുകൊണ്ട് എവിടെ പോയാലും കഴിക്കാൻ പേടിയായിരുന്നു, പരിപാടികൾ പങ്കെടുക്കാൻ മടിയായിരുന്നു. ഓരോ പ്രാവശ്യം ഇത് കൂടി അവസാനം എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ പോലും കഴിക്കുമ്പോൾ എനിക്ക് ഇതേ അനുഭവം വരുമായിരുന്നു. ദിവസവും ഇഞ്ചക്ഷൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ എത്തിച്ചേർന്നു. അപ്പോൾ എൻ്റെ കൂടെ ദിവസവും ഇഞ്ചക്ഷൻ, എല്ലാ ദിവസവും ഈ ഇഞ്ചക്ഷൻ ഇങ്ങനെ എടുക്കുക, ആ സ്ഥിതിയായി. ഡോക്ടർ പറഞ്ഞത് തന്നെ എടുത്താൽ മതി പറഞ്ഞ് ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്തു വിട്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞു, രശ്മി അഭിഷേകാഗ്നി കാണാൻ ഇത് മാറും. പക്ഷേ എനിക്ക് അത് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നില്ല, വിശ്വാസവും ഇല്ല. അത് കഴിഞ്ഞ്
ഓണത്തിൻ്റെ സമയത്ത് എനിക്കത് കലശലായിട്ട് വന്നു. ഇപ്പം നിക്കപ്പുറത്തി ഇല്ലാത്ത അവസ്ഥയെത്തി. അപ്പോൾ ഞാൻ 8:30-ക്കുള്ള ഞായറാഴ്ചയിലെ അഭിഷേകാഗ്നി കാണാൻ തുടങ്ങി. അത് അവസാനം ഗതി കെട്ടെന്ന് പറയില്ലേ, ഗതി കെട്ട് നിക്കകൾ ഇല്ലാത്തതുകൊണ്ട് അഭിഷേകത്തെ, ചില ആളുകൾ അങ്ങനെയാണ് അഭിഷേകത്തെ കാണുന്നത്. അങ്ങനെ എന്നാൽ പിന്നെ പോട്ടെ, ഇങ്ങനെ മുമ്പോട്ട് പോയാൽ മരിക്കും, ആ മരിക്കണേക്കാളും ഭേദം അഭിഷേകത്തെ കാണുക. അങ്ങനെ അഭിഷേകത്തെ കാണാൻ തുടങ്ങി. കാണാൻ തുടങ്ങി. അത് കഴിഞ്ഞ ശേഷം പാലായിലെ ബൈബിൾ വട്ടായിലച്ഛൻ്റെ അഭിഷേകാഗ്നി കൺവെൻഷൻ വന്നു. അപ്പോൾ എനിക്ക് ആദ്യത്തെ ദിവസങ്ങളിലൊന്നും പോകാൻ സാധിച്ചില്ല. മൂന്നാമത്തെ ദിവസം ഞാൻ അവധിയെടുത്ത് പോയി. അത് കഴിഞ്ഞ് 2 ദിവസങ്ങളിലും ദൈവസഹായത്തിൽ എനിക്ക് പോകാൻ സാധിച്ചു. ലാസ്റ്റത്തെ 3 ദിവസവും ഞാൻ കൂടി. അന്നേരം അച്ഛൻ അലർജിയുള്ള ആൾക്കാരെ സുഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഞാനും വിശ്വസിച്ചു, ഞാനും അതിനകത്തുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചു. എന്നിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയണ പോലെ നിൻ്റെ അലർജി മാറി. ആ സമയങ്ങളിലൊന്നും എനിക്ക് ഈ അലർജിയുടെ അസുഖം വന്നിരുന്നില്ല. ദിവസവും ഞാൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്ന അവസ്ഥയിലായിരുന്നു അതിന് മുമ്പ് വരെ. അത് കഴിഞ്ഞ് ഞാൻ നോയമ്പായിരുന്നുകൊണ്ട് പാലായിലെ അഭിഷേകാഗ്നി കൺവെൻഷന് കൂടിയ 3 ദിവസം കൂടെ കർത്താവ് വഴി തുറന്നു കൊടുത്തു. ആ ദിവസങ്ങളിലൊന്നും അലർജി വന്നില്ല. എന്നിട്ട് അതിനുശേഷം ഞാൻ നോയമ്പായതുകൊണ്ട് നോയമ്പ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിച്ചു നോക്കാമെന്ന് ഓർത്തു. ഡിസംബർ 25 ക്രിസ്മസിൻ്റെ പള്ളിയിൽ പോയ ശേഷം വന്ന് ഞാൻ ഒരു കഷ്ണം പോർക്കിൻ്റെ ഇറച്ചി കഴിച്ചു നോക്കി. എനിക്കൊന്നും തോന്നിയില്ല. മറ്റേത് ഞാൻ അത് ഉപയോഗിച്ച പാത്രം കഴുകിയാൽ പോലും എനിക്ക് അസ്വസ്ഥത വരുമായിരുന്നു. ഇപ്പൊ അതോടുകൂടി മാറി, പിന്നെ ഇല്ല. എത്ര വർഷമായിട്ടുള്ള അലർജി അറിഞ്ഞത്? 6 വർഷമായിട്ട്. 6 വർഷം. അത് കൂടി 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 അവസാനം ഡെയിലി ഇഞ്ചക്ഷൻ എടുക്കേണ്ട സ്ഥിതിയായി. അവസാനം മരിച്ചു പോകുമെന്ന ഘട്ടത്തിലെത്തി. മുമ്പോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയായി. അവസാനം എന്തെങ്കിലും ആട്ടെ എന്ന് അഭിഷേകത്തിനെ കണ്ടെക്കാന്ന് വിചാരിച്ച് അഭിഷേകത്തിനെ കണ്ട്. അപ്പോൾ പാലാ കൺവെൻഷന് കൂടാൻ തോന്നി. അപ്പോൾ ഒരെണ്ണം കണ്ടു കഴിയുമ്പോൾ അടുത്ത വാതിൽ ഈശോ തുറന്നു തരുള്ളൂ. ഉടനെ പാലാ കൺവെൻഷന് കൂടി. അങ്ങനെ കൂടിയപ്പോൾ ആ ലാസ്റ്റ് 3 ദിവസം കൂടാൻ കർത്താവ് കൃപ കൊടുത്തു. ആ സമയത്ത് ഈശോ സന്ദേശം തന്നു. ശരീരത്തിൽ അലർജി പീഡകളുള്ള ഇത്ര ആളുകളെ ഈശോ സുഖപ്പെടുത്തുന്നു എന്ന സന്ദേശം കേട്ടു. ഈ മകളത് വിശ്വസിച്ചു. ഞാൻ അതിൽ ഒരാൾ ഞാൻ തന്നെ എന്ന് വിശ്വസിച്ചു. പിന്നെ ഇന്ന് വരെ അതില്ല. പിന്നെ പോർക്ക്, ബീഫ്, ചിക്കൻ, ചായ പോലും കുടിക്കാൻ പറ്റില്ല. പാലുൽപ്പന്നങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. ബീഫിൻ്റെ ഇറച്ചി സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. കട്ട്ലേറ്റ് ഒന്നും കഴിക്കാൻ പാടില്ല. ക്രിസ്മസിന് കള്ളപ്പത്തിൻ്റെ കൂട്ടത്തിൽ ഒന്നും കഴിക്കാൻ പാടില്ല. വെറുതെ പഞ്ചസാര മുക്കി കള്ളപ്പം തിന്നണം. എല്ലാവരും നല്ല ഇറച്ചിക്കറി കൂട്ടി കഴിക്കുമ്പം. പ്രൈസ് ദി ലോർഡ്. ഈ കുട്ടി പാലാ കൺവെൻഷൻ കൂടിയിട്ട് പോയി പോർക്കിറച്ചി എടുത്ത് കള്ളപ്പം കടിച്ച്. ഒരു കുഴപ്പമില്ല. ആദ്യം കള്ളപ്പടിക്കേണ്ട പകരം പോർക്കിൻ്റെ ഒരു കഷ്ണം എടുത്ത് കടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. എന്നൊക്കെ പറഞ്ഞു ഹല്ലേലൂയ. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നുവെച്ചത് പറയൂ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കൈ ഉയർത്തി കൈയടിച്ച് വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം. വല്ലവൻ നീ എന്റെ ഭയം വന്നിടുമോ പിന്നെ ഭയം. വല്ലവൻ നീ എന്റെ ഭയം വന്നിടുമോ പിന്നെ ഭയം. വന്നിടുമോ പിന്നെ ഭയം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചാടി എഴുന്നേൽക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. വലിയ ആരവത്തോടെ തീഷ്ണതയോടെ കർത്താവിനെ സ്തുതിക്കണം. എത്രമാത്രം ഹൃദയത്തുറയുണ്ടോ അത്രയും അഭിഷേകം കർത്താവ് സമൂഹത്തിൻ്റെ മേൽ, ലോകത്തിൻ്റെ മേൽ, സഭയുടെ മേൽ, കൂട്ടായ്മകളുടെ മേൽ വർഷിക്കും. 2 കരങ്ങൾ ഉയർത്തി എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്രയും ഉച്ചത്തിൽ ഉറക്കെ സ്തുതിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ അതിനാവുകൾ തൻ രൂപത്തോടെ. കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ അതിനാവുകൾ തൻ രൂപത്തോടെ. ഭൂമിയിളകും അഭിഷേക ശക്തിയ, ഭൂമിയിളകും അഭിഷേക ശക്തിയ. റൂഹായേ ആഗതനാകണമേ പരിശുദ്ധാത്മാവേ. ആഗതനാകണമേ
വീശട്ടെ. തുള്ളിച്ചാടി. പുതിയൊരു പെന്തക്കോസ്ത ദിനമാകട്ടെ. ഇന്ന് അഭിഷേക തീ കാറ്റാഞ്ഞു വീശട്ടെ. പുതുശക്തിയാൽ പുത്തനുണർവാ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. പുതുശക്തിയാൽ പുത്തനുണർവാ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. പുതിയൊരു പെന്തക്കോസ്ത ദിനമാകട്ടെ. അഭിഷേക തീ കാറ്റാഞ്ഞു വീശട്ടെ. പുതിയൊരു പെന്തക്കോസ്ത ദിനമാകട്ടെ. ഇന്ന് അഭിഷേക തീ കാറ്റാഞ്ഞു വീശട്ടെ. പുതുശക്തിയായി പുത്തനുണർവായി അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. പുതുശക്തിയായി പുത്തനുണർവായി അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. വരണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് സ്പർശിക്കണമേ. തകർന്ന ഹൃദയങ്ങളെ അവിടുന്ന് പുതുക്കി പണിയണമേ. അന്ധകാരാവൃതമായ ഹൃദയങ്ങളിൽ ഇപ്പോൾ പ്രകാശം വീശണമേ. വചനം കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാകാത്ത മക്കളുടെ ഹൃദയങ്ങളിൽ സ്വർഗീയമായ പ്രകാശവും സമാശ്വാസവും സന്തോഷവും ഇപ്പോൾ നൽകണമേ പരിശുദ്ധാത്മാവേ. എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ബലഹീനരായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ കൃപ നഷ്ടപ്പെടുത്തിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ സ്പർശിക്കണമേ. ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയത്തിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ. പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ഇപ്പോൾ സ്പർശിക്കണമേ. ഇപ്പോൾ ആശ്വസിപ്പിക്കണമേ. ഇപ്പോൾ വാരി പുണരണമേ. ഇപ്പോൾ വാരി പുണരണമേ. ഏറ്റെടുക്കണമേ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എല്ലാവരും ഇരിക്കുക. പ്ലീസ് ബി സീറ്റഡ്. എല്ലാ രാജ്യങ്ങളിലുമുള്ള എല്ലാ മക്കളെയും ഈ ഒരു വചന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് ഒരുമിച്ചുകൊണ്ട് എല്ലാ കുടുംബങ്ങളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഭിവാദനം ചെയ്യുകയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകാഗ്നി വചന ശുശ്രൂഷ ഇനിയും അറിഞ്ഞിട്ടില്ലാത്ത അനേക ലക്ഷങ്ങളിലേക്ക് ഈ അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ അറിയിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം വിളിക്കുകയാണ്. ഈ കാര്യത്തെക്കുറിച്ച് അറിയാത്ത ഒരു കുടുംബത്തോടെങ്കിലും ഒരു വ്യക്തിയോടെങ്കിലും അടുത്ത അഭിഷേകാഗ്നിക്ക് മുമ്പ് ഒന്ന് അറിയിക്കണമെന്ന് അതിശക്തമായ വിധം പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അച്ഛനത് പറയാൻ കാരണം അച്ഛൻ്റെ കഴിഞ്ഞ ഇത്രയും 2 ദശാബ്ദക്കാലം നീണ്ടുനിന്ന ദൈവവചന ശുശ്രൂഷയുടെ ഇടയിൽ അച്ഛൻ കണ്ടുമുട്ടിയിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളിൽ പല വ്യക്തികളും വളരെ സമാധാനം ഇല്ലാതെ വിഷമിക്കുകയാണ്. പല കുടുംബങ്ങളിലും ഒരു ഉയർച്ചയോ സമൃദ്ധിയോ ഒരു സമൃദ്ധിയുടെ നിറവില്ലാതെ കഷ്ടപ്പെടുകയാണ്. അവർ ആരോഗ്യത്തോടെ അധ്വാനിക്കുന്നു,
അവർ സാമർഥ്യത്തോടെ പരിശ്രമിക്കുന്നു, അവർ തലങ്ങും വിലങ്ങും ഓടുന്നു. എന്നാൽ ഇതൊന്നും കുടുംബത്തിന് ഒരു ഉയർച്ചയായി വരുന്നില്ല. കൊയ്ത്ത് ഭാഗമായി വരുമ്പോൾ വെയിൽ വേണ്ട സമയത്ത് അത് തോരാ മഴയായി രൂപാന്തരപ്പെടും. അപ്പോൾ എന്തായി? എല്ലാം ഗുണത്തിന് പകരം ദോഷമായി മാറി. വിത്ത് വിതയ്ക്കുന്ന സമയത്ത് നല്ല ഒരു കുളിർമ, ആ വിത്ത് പൊട്ടിമുളയ്ക്കാൻ കുളിർമ വേണ്ട സമയത്ത് ഒരു പൊരി വെയിൽ, വിത്തുകളെല്ലാം കട്ടകളുടെ ഇടയിൽ അങ്ങനെ തന്നെ കിടക്കും. കട്ടയും വിത്തും ഒരുപോലെ കിടക്കും. ആ വിത്ത് അത് മുളയ്ക്കുന്നില്ല, അതിന് അനുകൂല കാലാവസ്ഥ കിട്ടുന്നില്ല. ഉയരാനും വളരാനും എല്ലാ കാര്യങ്ങളിലും അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ റിസൾട്ട് വരുമ്പോൾ നിരാശ, സങ്കടം. കാരണം എല്ലാം പ്രതികൂലമായി മാറുകയാണ്, എല്ലാം പ്രതികൂലമായി രൂപാന്തരപ്പെടുകയാണ്. മുകളിൽ ആകാശം ഈയക്കട്ടിയും താഴെ ഭൂമി പിത്തളക്കട്ടിയുമായി മാറുന്ന അനുഭവമാണ് പലരും പങ്കുവെക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തി തന്നത്. ഞാനും നിങ്ങളും കർത്താവിൻ്റെ ഓരോ മകനും മകൾക്കും വേണ്ടി, അവരുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയാലും, നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ഒരു സമാധാനമായി, ഒരു ഉയർച്ചയായി, ഒരു സുഖമായി, ഒരു ആനന്ദമായി അത് രൂപാന്തരപ്പെടണമെന്നില്ല. ഇതിനെക്കുറിച്ച് വ്യക്തമായി നിർദ്ദേശം നൽകുന്ന ഒരു കാര്യമാണ് ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 9 മുതൽ 11 വരെയുള്ള തിരുലിഖിതങ്ങൾ. ബുക്ക് ഓഫ് പ്രോഫറ്റ് ഹഗ്ഗായി ചാപ്റ്റർ 1 വേഴ്സസ് 9 to 11. അവിടെ നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്: നിങ്ങൾ ഏറെ തേടി ലഭിച്ചതോ അല്പം മാത്രം. നിങ്ങൾ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാൻ അത് ഊതിപ്പറത്തി. എന്തുകൊണ്ട്? സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ആകാശം നിങ്ങൾക്ക് വേണ്ടി മഞ്ഞ് പെയ്യിക്കുന്നില്ല, ഭൂമി വിളവ് നൽകുന്നില്ല. ദേശത്തിലും മലകളിലും ധാന്യത്തിലും പുതുവീഞ്ഞിലും എണ്ണയിലും ഭൂമിയിൽ മുളയ്ക്കുന്നവയിലും മനുഷ്യനിലും കന്നുകാലികളിലും അവരുടെ അധ്വാനത്തിലും ഞാൻ വരൾച്ച വരുത്തിയിരിക്കുന്നു. മനുഷ്യനിലും കന്നുകാലികളിലും ഭൂമിയിൽ വിതയ്ക്കുന്നതിലും ബിസിനസ്സിലും കൃഷിയിലും പഠനത്തിലും സർവമണ്ഡലങ്ങളിലും ഞാൻ വരൾച്ച വരുത്തിയിരിക്കുന്നു. എല്ലാം നമുക്ക് പ്രതികൂലമാണ്. വീട്ടിലേക്ക് കൊണ്ടുവരും. ഏറെ തേടി, ഒരുപാട് അന്വേഷിച്ചു, ഒരുപാട് ഓടി നടന്നു, ഒരുപാട് ശേഖരിച്ചു, വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ചില ആളുകൾ പറയണത് എന്തു കൊണ്ടുവന്നാലും അഗ്നികുണ്ഡത്തിലേക്ക് കൊണ്ടുവരുന്നത് പോലെ തന്നെയാണ്, തിരിച്ചെടുക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് കുടുംബത്തിൽ ഒരു ഉയർച്ച, ഒരു സമാധാനവും സന്തോഷം കിട്ടുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, അപരൻ്റെ ആത്മരക്ഷയും നമ്മുടെ കുടുംബത്തിൻ്റെ സമൃദ്ധിയും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും അധ്വാനിക്കണം. വി ഹാവ് ടു വർക്ക് ഫോർ ദ സാൽവേഷൻ ഓഫ് സോൾസ്. അത് ക്രിസ്ത്യാനിയാണെന്നോ, അത് ഏത് ജാതിക്കാരനാണെന്നോ, ഏത് ഭാഷക്കാരനാണെന്നോ, ഏത് രാജ്യക്കാരനാണെന്നോ നോക്കരുത്. ഇന്ത്യക്കാർ ഇന്ത്യയെ മാത്രം ശുശ്രൂഷ ചെയ്യുക, അമേരിക്കക്കാർ അമേരിക്ക മാത്രം ശുശ്രൂഷ ചെയ്യുക, ആഫ്രിക്കക്കാർ ആഫ്രിക്കയെ മാത്രം ശുശ്രൂഷ ചെയ്യുക, അങ്ങനെയല്ല. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ ഏത് ദേശത്തേക്കാണ് കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ എവിടെയാണ് ഏൽപ്പിച്ചു തരുന്നത്? ഏത് ജനതയാണ് ഏൽപ്പിച്ചു തരുന്നത്? യുവതിവാക്കന്മാരുടെ ശുശ്രൂഷയായിരിക്കാം, കുട്ടികളുടെ ശുശ്രൂഷയായിരിക്കാം, കുടുംബങ്ങളുടെ ശുശ്രൂഷയായിരിക്കാം, രോഗികളുടെ ശുശ്രൂഷയായിരിക്കാം, അല്ലെങ്കിൽ മരിക്കാറായി കിടക്കുന്ന വാർദ്ധക്യത്തിലെത്തിയവരുടെ ശുശ്രൂഷയായിരിക്കാം, ജയിലിൽ കിടക്കുന്നവരുടെ ശുശ്രൂഷയായിരിക്കാം. എന്തു തന്നെയാകട്ടെ, ഞാനും നിങ്ങളും അവരവരുടെ വിളി അനുസരിച്ച്, അവരവരുടെ സാഹചര്യം അനുസരിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കണം. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അധ്വാനിക്കണം. ഇത് ദൈവവചനം എന്നെയും നിങ്ങളെയും നിർബന്ധിക്കുന്നുണ്ട്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആകാശം നിങ്ങൾക്ക് വേണ്ടി മഞ്ഞ് പെയ്യിക്കുന്നില്ല, ഭൂമി വിളവ് നൽകുന്നില്ല. ദേശത്തിലും മലകളിലും ധാന്യത്തിലും പുതുവീഞ്ഞിലും എണ്ണയിലും ഭൂമിയിൽ മുളയ്ക്കുന്നവയിലും മനുഷ്യരിലും കന്നുകാലികളിലും അവരുടെ അധ്വാനങ്ങളിൽ ഞാൻ വരൾച്ച വരുത്തിയിരിക്കുന്നു. എന്തുകൊണ്ട്? നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ. ഏതാണ് കർത്താവിൻ്റെ ആലയം? 3 ആലയങ്ങളുണ്ട്. ഒന്നാമത്തെ ആലയമാണ് നമ്മുടെ ഇടയിലുള്ള പള്ളി.
ദൈവത്തിൻ്റെ ആലയം, പള്ളി. രണ്ടാമത്തെ ആലയമാണ് തിരുസഭ. തിരുസഭ കർത്താവിൻ്റെ ആലയമാണ്. മൂന്നാമത്തെ ആലയമാണ് ഞാനും നിങ്ങൾ ഓരോ വ്യക്തികളും. നമ്മുടെ ശരീരവും നമ്മുടെ ജീവിതവും നമ്മൾ കർത്താവിൻ്റെ ആലയമാണ്. ഓരോ വ്യക്തിയും കർത്താവിൻ്റെ ആലയമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മൂന്നാമത്തെ കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കണം. അതായത് ഒരു വ്യക്തിയുടെ ആത്മാവ് നിത്യരക്ഷ നഷ്ടപ്പെട്ട് ദൈവവചനത്തിൽ അകന്നുപോയി പാപമാർഗത്തിൽ നടക്കുമ്പോൾ ഞാനും നിങ്ങളും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അധ്വാനിക്കാൻ കടമപ്പെട്ടിരിക്കുന്നു. ഇത് എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയോട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ. ബുക്ക് ഓഫ് ലെമന്റേഷൻ ചാപ്റ്റർ 4 വേഴ്സസ് 1 and 2. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ നിറമാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ 4 കവലകളിൽ ചിതറിക്കിടക്കുന്നു. വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ എന്ന് പറഞ്ഞാൽ ഓരോ മകനും മകളും ഓരോരുത്തരും പാപത്തിൻ്റെ കറപുരണ്ട്, പാപത്തിൻ്റെ അഗ്നിയിൽ ദഹിച്ച് വിരൂപയായി, ദൈവതേജസ് നഷ്ടപ്പെട്ട്, ഗ്രേസ് നഷ്ടപ്പെട്ട്, വിശുദ്ധി നഷ്ടപ്പെട്ട്, പ്രാർത്ഥന നഷ്ടപ്പെട്ട്, ദൈവത്തിൻ്റെ ആ വെള്ളവസ്ത്രം നഷ്ടപ്പെട്ട്, അങ്ങനെ അശുദ്ധിയിലും പാപത്തിലും അന്ധകാരത്തിലും ഇതാ വിലകെട്ട കല്ലുകളെ പോലെ അങ്ങനെ 4 കവലകളിൽ ചെതറിക്കിടക്കുന്നു. 2-ാമത്തെ വാക്യം, ലെമന്റേഷൻ ചാപ്റ്റർ 4 വേഴ്സ് 2. സിയോൻ്റെ അമൂല്യരായ മക്കൾ, തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെയും പൊന്നിൻ്റെയും വിലയുള്ളവർ, കുശവൻ്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടത് എങ്ങനെ? പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകം പേർ മദ്യപിച്ച് ശരീരത്തിൻ്റെ മാന്യതയും അന്തസ്സ് നഷ്ടപ്പെടുത്തി പെരുവഴികളിലും ഊടുവഴികളിലും സുബോധം പോലും നഷ്ടപ്പെട്ട് അങ്ങനെ പിച്ചും പേയും വിളിച്ച് പറഞ്ഞ് നടക്കുമ്പോൾ, അനേക യുവതിവാക്കന്മാർ കഞ്ചാവ് അടിച്ച് ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് ഡ്രഗ്സിന് അടിമയായി ആത്മാവ് നഷ്ടത്തിലിരിക്കുമ്പം, അനേകം കുട്ടികൾ വിശുദ്ധിയും പ്രാർത്ഥനയും നഷ്ടപ്പെട്ട് അശുദ്ധിയുടെ മാർഗത്തിലൂടെ പാഞ്ഞു പോകുന്ന സമയത്ത്, അനേകം കുടുംബങ്ങൾ കലഹവും വഴക്കും കുടുംബസമാധാനം ഇല്ലാതെ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, അനേകം വിദ്യാലയങ്ങളിലും അനേകം പട്ടണങ്ങളിലും കോടിക്കണക്കിന് ആത്മാക്കൾ നശിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വചനം ചോദിക്കുകയാണ്. ഹഗ്ഗായി 1-ാം അധ്യായം 3-4 തിരുലിഖിതങ്ങൾ. അപ്പോൾ ഹഗ്ഗായി പ്രവാചകൻ വഴി കർത്താവ് അരുളി ചെയ്തു, ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ സുഖമായി വസിക്കാനുള്ളതാണോ? അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. നിങ്ങളേറെ വിതച്ചു കുറച്ച് മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് ഓട്ടസഞ്ചിയിൽ ഇടാൻ വേണ്ടി മാത്രം. എഴുന്നേറ്റ് നിൽക്കുക. ദൈവമക്കളെ, നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യം, നമുക്ക് നൽകിയിരിക്കുന്ന ജോലി, നമുക്ക് നൽകിയിരിക്കുന്ന ബുദ്ധി, നമുക്ക് നൽകിയിരിക്കുന്ന കഴിവ്, നമുക്ക് നൽകിയിരിക്കുന്ന സാഹചര്യങ്ങൾ, എല്ലാ താലന്തുകളും ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി കൂടിയാണ് കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ കുടുംബത്തെ നോക്കണം, നമ്മുടെ മക്കളെ നോക്കണം, നമ്മുടെ ജോലി നോക്കണം, ബിസിനസ് നോക്കണം. അതുപോലെ തന്നെ ദൈവികമായ ഒരു ദൗത്യമാണ് നഷ്ടപ്പെട്ടു പോയ ആത്മാക്കൾക്ക് വേണ്ടി, പാപത്തിൽ നശിക്കുന്ന ഓരോ മകനും മകൾക്കും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണം, അധ്വാനിക്കണം, പണം ചെലവഴിക്കണം, സമയം ചെലവഴിക്കണം, ഓടി നടക്കണം, സന്ദർശിക്കണം, മാനസാന്തരത്തിന് വേണ്ടി അധ്വാനിക്കണം. 2 കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. അലസതയുണ്ട് ഈ കാര്യത്തിൽ, അജ്ഞാനമുണ്ട് ഈ കാര്യത്തിൽ തുറവിക്കുറവുണ്ട്. 2 കരങ്ങൾ ഉയർത്തി, കർത്താവേ എൻ്റെ ഹൃദയം തുറക്കണമേ. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി തുറവി നൽകണമേ. ഇപ്പോൾ ഹൃദയം തുറക്കണമേ. ഇപ്പോൾ അഭിഷേകം നൽകണമേ. ഓരോ മകനെയും മകളെ ഉയർത്തണമേ. സുവിശേഷ വേലക്കാരെ ഉയർപ്പിക്കണമേ. സർവ്വരും ഒരുമിച്ച് വേല ചെയ്യുന്ന ഒരു ആത്മാഭിഷേക ദിനം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിവേ ആരാധന, ആരാധന, ശിവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി. ഈ വചനം കേൾക്കുന്ന ഓരോ മകനെയും മകളെയും മാനസാന്തരത്തിന് വേണ്ടി അധ്വാനിക്കാൻ, എല്ലാ മനുഷ്യരുടെയും വിശുദ്ധിക്ക് വേണ്ടി അധ്വാനിക്കാൻ അച്ഛൻ ചുമതലപ്പെടുത്തുകയാണ്. ഉറക്കെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കുർബാന ഉയർത്തി
ആശീർവാദം നൽകുമ്പോൾ ഓരോ ഭവനങ്ങളിൽ ഇരുന്ന് എൻ്റെ യേശുവേ പരിശുദ്ധാത്മാവിനെ അയക്കണമേ, റൂഹായേ പരിശുദ്ധാത്മാവേ വേഗം വരണമേ, കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്താൽ രോഗികൾ സൗഖ്യം പ്രാപിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്താൽ ഭിന്നതകൾ മാറും. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്താൽ തകർച്ചകളിലും നിരാശകളിലും നിന്ന് ഉയർപ്പുണ്ടാകും. രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്ര ഉച്ചത്തിൽ ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റൂഹായേ, റൂഹായേ, റൂഹായേ ഉച്ചത്തിൽ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറയട്ടെ എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം.